കവിത ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നില്ലേ CM സാറിന്? VD സതീഷ്. നല്ലുണ്ടത്. നല്ല രസമുണ്ട്. നാട്ടിലിപ്പോ നമ്മളാണ് ചർച്ചാ വിഷയം. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റിക്കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. വെറോനിക്ക എഴുതിയതാണോ? അപ്പൊ കവിത ഒന്നും കേൾക്കാറില്ല. മുരുകൻ കാട്ടാക്കട എഴുതിയ കവിതയാണത്. ഇത് കട്ട് ചെയ്തിട്ടോ. ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിരുന്നത് തട്ട ഇട്ടിരുന്ന ഒരു കുട്ടിയായിട്ടാണ്. ഇപ്പൊ ഇനി തട്ടടണോ? പക്വതയില്ലാത്തൊരു കുട്ടിയായിട്ട് തോന്നിയെങ്കിൽ ഇപ്പൊ മറുപടി പറയുമ്പോ എനിക്ക് തോന്നുന്നു ഭയങ്കര മെച്ചോർഡായിട്ട്. അപ്പൊ മെച്ചോർഡായിട്ട് ചോദ്യം ചോദിച്ചാ പിന്നെ മെച്ചോർഡായിട്ട് പറയില്ലേ? യൂട്യൂബർ ആസിഫ് ആയിട്ടുള്ള ശരിക്കും അതെന്താ സംഭവം? ആ വള്ളി വീണ്ടും വന്നു. റിലേഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ബന്ധമില്ല. അവൾ എന്നോട് പറഞ്ഞ ഫണ്ണായിട്ട് ചെയ്തതാണ്, നമ്മളൊക്കെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലേ എന്ന് പറഞ്ഞ്. ഫണ്ണെന്ന് പറയണത് ഒരാളെ ഹേർട്ട് ചെയ്തിട്ട് ചെയ്യണത് ഫണ്ണല്ല. അതിന് ഞാൻ ഫണ്ണെന്ന് പറയില്ല. ഞാൻ വളർന്നു വന്ന സാഹചര്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. ഈ വീട്ടുകാരെ ആരെയും താഴ്ത്തി കെട്ടണം എന്നുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിട്ടല്ല. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. കാരണം 2 ഇൻ്റർവ്യൂസേ പുള്ളിക്കാർത്തിയുടെ ഇറങ്ങിയിട്ടുള്ളൂ. ആ ഇൻ്റർവ്യൂസിൽ തന്നെ ഒരു വൈറൽ താരമായി മാറി. കാരണം ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മണ്ടി ഇമേജ് ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഇൻ്റർവ്യൂ നോക്കുകയാണെങ്കിൽ ഭയങ്കര കാര്യപ്രാപ്തിയുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ലേഡി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ശരിക്കും എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്, ആരാണ് ഈ കുട്ടി, എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് ഷോയിൽ ജോയിൻ ചെയ്യുന്നത് വെറോനിക്കയാണ്. ഹായ് വെറോനിക്ക, വെൽക്കം ടു ഷോ. ഇപ്പം ആദ്യം തന്നെ ഞാൻ വിരലുകളാണ് ശ്രദ്ധിച്ചത് വന്നപ്പോൾ. ശരിക്കും പറയാ അതൊരു ലക്കി സൈൻ ആണെന്നാണ്. അങ്ങനെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം? ഇതൊക്കെ ഭാഗ്യല്ലേ? ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇങ്ങനെ ഇന്റർവ്യൂസിന് വന്നിരുന്ന് ഫേമസ് ആവുക എന്നുള്ളതാണോ ഭാഗ്യമായിട്ട് കാണുന്നത്? അതല്ലാണ്ട് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു ജീവിതത്തിൽ വന്ന ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു ഭാഗ്യം ഏതാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനത്തെ ഭാഗ്യമൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ഭാഗ്യമൊന്നും വന്നില്ല. അല്ലാണ്ട് ഇപ്പോ എന്താ പറയാ, ഞാൻ ലോക്കാവാണ്ട് എല്ലാത്തിനും രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അതൊരു ഭാഗ്യല്ലേ? ഇപ്പം എന്ത് ഭാഗ്യം, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഈ ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണമെന്നില്ല. ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ട് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ വെറോനിക്ക ഹാർഡ് വർക്ക് ചെയ്ത് രക്ഷപ്പെടുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരാളാണോ? ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്താണ് വെറോനിക്ക ചെയ്യാറ്? ചിലർക്ക് ഹാർഡ് വർക്ക് ചെയ്താലും രക്ഷപ്പെടൂലല്ലോ. ഞാൻ ഹാർഡ് വർക്ക്, എനിക്ക് രണ്ടുമുണ്ട്. ഹാർഡ് വർക്കും ഉണ്ട്, ഭാഗ്യവും ഉണ്ട്. അപ്പൊ ഭാഗ്യം കൊണ്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? കിട്ടണം എന്ന് ആഗ്രഹിക്കണത് ബിഗ് ബോസ് പോണം. നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് പോകണം എന്നാണ് ഭയങ്കര ആഗ്രഹമാണ്. ബിഗ് ബോസ് പോകണം, പിന്നെ ഒരു വീട് വെക്കണം. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളുടെയും മനസ്സിലുള്ള ഒരു സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത്. അതേപോലെ ഒരു സ്വപ്നമാണ് വീട്. എവിടെ വെക്കണം എന്നാ? മലപ്പുറം സ്വന്തം നാട്ടിൽ വെക്കണം എന്നാണോ? പക്ഷെ ഇപ്പം എറണാകുളത്ത് വെക്കണം എന്നാണോ? എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വീട് വെക്കണം. എവിടെയാണെങ്കിലും മലപ്പുറം ആണെങ്കിലും നമുക്ക് എവിടെയാണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെക്കാൻ പറ്റും അവിടെ വെക്കും. സ്വപ്ന വീട് എങ്ങനെയാ? സ്വപ്ന വീട് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഒരു റൂം, ഒരു കിച്ചണ്, ഒരു ഡൈനിങ് ഹാള്, ഒരു തായര, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഭയങ്കര വിവാദമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ആസിഫ്, യൂട്യൂബർ ആസിഫ് ആയിട്ടുള്ള. ശരിക്കും അതെന്താ സംഭവം? ആ വള്ളി വീണ്ടും വന്നു. ആസിഫായിട്ട് എന്താ ആൾക്കാരിങ്ങനെ കുറെ ഗോസിപ്പ് പറയണതല്ലേ, റിലേഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ബന്ധമില്ല, അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. റീസെന്റ് ഇപ്പോ ഇന്നലെ മിനിഞ്ഞാന്നായിട്ടൊരു പെൺകുട്ടി ആസിഫിന്റെ കൂടെ എന്തോ 2 ദിവസത്തേക്ക് ലവർ ആവണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഇന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അവള്, എന്നെ പറഞ്ഞിട്ട് റീച്ചിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. ചിലപ്പോ ഞാനും ആസിഫും എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് വെച്ചിട്ടാണോന്ന് അതൊക്കെ അറിയില്ല. ഞങ്ങള് തമ്മിൽ എന്തായാലും ഒരു ബന്ധവും ഇല്ല. ആ കുട്ടിയുടെ ആ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നി? മെസ്സേജ് അയച്ചു ആ കുട്ടിക്ക്? ഇന്നെങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്, ഓക്കെ ആണെന്ന് വെച്ചിട്ട്. അവൾ എന്നോട് പറഞ്ഞ ഫണ്ണായിട്ട് ചെയ്തതാണ്, നമ്മളൊക്കെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലേ എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ഫണ്ണെന്ന് പറയണത് ഒരാളെ ഹേർട്ട് ചെയ്തിട്ട് ചെയ്യണത് ഫണ്ണല്ല. അതിന് ഞാൻ ഫണ്ണെന്ന് പറയില്ല.
ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു വിഷമായിട്ടുണ്ടെങ്കിൽ സോറി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ മൈൻഡ് ആക്കിയിട്ട് ആദ്യത്തെ ഒരു ഇന്റർവ്യൂല് കണ്ടപ്പോൾ ഭയങ്കര ഒരു പക്വതയില്ലാത്തൊരു കുട്ടിയായിട്ട് തോന്നിയെങ്കിൽ ഇപ്പൊ മറുപടി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര മെച്ചോർഡായിട്ട്. അപ്പൊ മെച്ചോർഡായിട്ട് ചോദ്യം ചോദിച്ചാൽ പിന്നെ മെച്ചോർഡായിട്ട് പറയില്ലേ? ചോദ്യത്തിന്റെ കുഴപ്പമായിരുന്നു. ഒരു ജാങ്കോ സ്പേസിൽ ഭയങ്കര ഫണ്ണി ആയിരുന്നു. ഞങ്ങള് കുറച്ച് മെച്ചോർഡായി. ഓക്കെ. ഇപ്പം ഒരു കവിത ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നില്ലേ CM സാറിന്? VD സതീഷ്. നല്ലുണ്ടത്. നല്ല രസമുണ്ട്. അത് എഴുതി ഉണ്ടാക്കിയതാണോ, വെറോനിക്ക എഴുതിയതാണോ? അപ്പൊ കവിത ഒന്നും കേൾക്കാറില്ല. മുരുകൻ കാട്ടാക്കട എഴുതിയ കവിതയാണത്. എന്റെ കുഞ്ഞിലുണ്ടത്. എവിടെയുണ്ട്? എന്റെ കുഞ്ഞിലുള്ള കവിതയാണത്. എന്ന് വെച്ചാ മുരുകൻ കാട്ടാക്കട കവിന എനിക്കറിയാം. മുരുകൻ കാട്ടാക്കട പുള്ളിക്കാരനെ എഴുതിയതാണ്. ഇത് കട്ട് ചെയ്തിട്ടോ. കർത്താവേ, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. കർത്താവല്ല, മാതാവ് അടുത്തത്. അപ്പൊ മുരുകാട്ടകയുടെ വേറെ കവിതകൾ അറിയോ? രക്തസാക്ഷി ഇല്ലേ? രക്തസാക്ഷി നമുക്ക് വേണ്ടിയിട്ടൊന്ന്. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റിക്കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അതുപോലെ അറിയില്ല. ഓക്കെ. അപ്പം VD സാറിന് എന്തുകൊണ്ടാണ് ഈ ഒരു കവിത ഡെഡിക്കേറ്റ് ചെയ്യാൻ കാരണം? രേണുക എന്നുള്ള കവിത ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? VD സാറ് എന്ന് വെച്ചാ മന്ത്രി ആയതുകൊണ്ട്. അല്ലാണ്ട് പാരാ അല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രണയത്തിന്റെ ഒരു കവിതയല്ലേ? ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. വെറുതെ ഒരു കവിത. പുള്ളിക്കാരനൊക്കെ കവിതകളോടൊക്കെ താല്പര്യം ഉണ്ടാവും കരുതി. അപ്പൊ അങ്ങനെ ഇതാക്കി. അങ്ങനെ എന്തുകൊണ്ട് തോന്നാൻ കാരണം? കവിതകളോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഇന്നേവരെ VD സാറ് ഒരിക്കലും ഒരു പുള്ളി രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളല്ലേ. അപ്പൊ കവിതകളൊക്കെ ഇഷ്ടപ്പെടുമല്ലോ. നമ്മളങ്ങ് ഊഹിക്കുവാണ്. ഓക്കെ. ഇപ്പം അല്ലാതെ തന്നെ ഒരുപാട് കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. ഈ കുട്ടി വെറുതെ അഭിനയിക്കുവാണ് റീച്ചിന് വേണ്ടിയിട്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരൊക്കെ കാണുന്നില്ലേ ഇത്? അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിരുന്നത് തട്ടം ഇട്ടിരുന്ന ഒരു കുട്ടിയായിട്ടാണ്. ഇപ്പൊ ഇനി തട്ടിടണോ? ഇടണോ? അങ്ങനെയല്ലടാ. എന്തുകൊണ്ടാ തട്ടം ഇടാതിരുന്നത്? വെറൈറ്റി ലുക്കിൽ വന്നത് എന്തുകൊണ്ട്? ഇത് ഫ്രോക്ക് അല്ലേ? അപ്പൊ ഞാന് തട്ടം ഇട്ടില്ല. തട്ടം അവിടെ ഉണ്ട്, വേണമെങ്കിൽ ഇടാ. എനിക്ക് വേണമെന്നില്ല. എനിക്ക് എങ്ങനെ വന്നാലും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ കാണാത്ത ഒരു ലുക്കില് കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ. ഓക്കെ. പിന്നെ വന്നിരുന്ന ഒരു കമന്റ് ആണ്, ഈ കുട്ടി ആദ്യം ക്രിസ്ത്യൻ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. അയ്യോ, ജാതി മതത്തിനൊന്നും പ്രശസ്തി ഇല്ല കേട്ടോ, അതൊന്നും വേണ്ട. അതെ. അപ്പം അതിന്റെ അടിയിൽ മറുപടി കൊടുത്ത് റീല് ചെയ്തിരുന്നു, അല്ല ഞാൻ മനുഷ്യനാണ്. അപ്പൊ ജാതിയിലും മതത്തിലും വിശ്വസിക്കാതെ ജാതി മതം ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരാളാണോ, ഒരു വ്യക്തിയാണോ? എന്ന് വെച്ചാല് ഞാൻ വിശ്വസിക്കണ ഒരു ദൈവമുണ്ട്. അതിപ്പോ ആരാ എന്താന്നൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല സോഷ്യൽ മീഡിയയിൽ. അത് തികച്ചും എന്റെ പേഴ്സണൽ അല്ലേ. എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ മതമൊക്കെ അല്ല, അവരവരുടെ വിശ്വാസം. എനിക്കൊരു സംഭവത്തിൽ വിശ്വാസമുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം. ഓക്കെ. അപ്പൊ നമ്മളൊരു മനുഷ്യനായിട്ട് മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഇങ്ങനെ റീൽസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇതിനൊക്കെ എപ്പോഴാണ് സമയം കണ്ടുപിടിക്കുന്നത്? റീൽസ് ചെയ്യണം, നഴ്സിംഗ് സ്റ്റുഡൻസിന് മെഡിക്കോസ് ആയതുകൊണ്ട് ഷിഫ്റ്റും കാര്യങ്ങളും ഉണ്ടാവും, വർക്ക് ചെയ്യണം, ഇതെല്ലാം ഇല്ലേ? വർക്ക് ചെയ്യാനായിട്ടില്ലല്ലോ. ഞാൻ പ്രാക്ടിക്കൽസ് ഇല്ല. ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായിട്ട് വരും. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ പഠിക്കും വേണം, റീൽസും ചെയ്യണം. ഇതിന്റെ ഇടയിൽ എങ്ങനെ ടൈം? റീൽസ് ചെയ്യാൻ എത്ര വലിയ ടൈം വേണം? വേണ്ടേ? എഡിറ്റ് ചെയ്യണ്ടേ? സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യണ്ടേ? എനിക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അത് എടുത്തിടൂ, അത്രേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യാൻ ഞാൻ ട്രാൻസ്ലേഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതൊക്കെ ചെയ്യുന്നവർക്കല്ല ഇത് എഫേർട്ട് ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനത്തെ പ്രശ്നം, അങ്ങനത്തെ എഫേർട്ട് ഞാൻ നോർമലായിട്ട് വീഡിയോ എടുക്കുന്നു, ഇടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് തിരിഞ്ഞു നോക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് പറയാം അത് മില്യൺ അടിച്ചോന്നൊക്കെ പറയുമ്പോ എടുത്ത് നോക്കും. മില്യൺ അടിക്കാൻ എന്തെങ്കിലും ട്രിക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? ഫസ്റ്റ് 3 സെക്കൻഡ് ഹൂക്ക് സെക്കൻഡ്സ് ആന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? അല്ല, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചത്, ഞാൻ ഇൻഫ്ലുവൻസർ അല്ലല്ലോ. യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, എനിക്കറിയില്ല എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ. ഉണ്ടെങ്കിൽ പറയട്ടെ. അല്ല, എനിക്കറിയില്ല. ഓക്കെ. അപ്പം നഴ്സിംഗ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡന്റ് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, പാസ്സായി. അപ്പൊ കുറച്ചൊക്കെ മെഡിക്കൽ പരമായിട്ടുള്ള നോളജ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. ഓക്കെ. ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ ഇത് വേണ്ട, എനിക്ക് പേടിയാ. ഞാൻ എന്തായാലും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല, ആൾക്കാരെന്നെ നാണം കെടുത്തി. എടാ ഇത് ചെറിയ കുട്ടികൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെറിയ കുട്ടികൾക്ക്. എന്താ? പമ്പിങ് ഓർഗൻ ഓഫ് ദ ബോഡി. പമ്പിങ് ഓർഗൻ ഓഫ് ദ ബോഡി. ആ രക്തം പമ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാ ബോഡിയിൽ? നമ്മുടെ ശരീരത്തിലേക്ക് രക്തം എത്തണ്ടേ? അത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. വെയിൻസ് വഴി. എന്താ? വെയിൻസ് വഴി. വെയിൻസ് വഴി പോകുന്നു. അത് പമ്പ് ചെയ്യുന്നത് ആരാ? എടാ ഒരു സാധനം ഇടിക്കുന്നോണ്ടല്ലേ? ഐ മീൻ ഹാർട്ട്. ഹാർട്ട്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 2-3 വീഡിയോസ് ഒക്കെ കാണുന്ന ഫേസ് പാക്ക് ഒക്കെ ഇടാറുണ്ട്. ഫേസ് പാക്ക് ഇടുന്നത് ആക്ച്വലി നല്ലതാണോ? നല്ലതാ. ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ടോ? ഏത് ഫേസ് പാക്ക് കൂടുതൽ യൂസ് ചെയ്യാറ്? ജാസി ഇടുന്ന ഫേസ് പാക്ക് ഉണ്ടല്ലോ, ഉലുവപ്പൊടിയും പാലും. അത് ഇട്ടാ നല്ല ഗ്ലോ കിട്ടാറുണ്ട്. ടാനൊക്കെ റിമൂവ് ആവും അത് ഇട്ടാല്. ജാസിയുടെ ഫോളോവർ ആണോ? അല്ല, വീഡിയോസ് കാണാറുണ്ട്. ഫേസ് പാക്ക് മാത്രമാണോ യൂസ് ചെയ്യാറ്? ഫേസ് പാക്ക് യൂസ് ചെയ്യും. പിന്നെ ഫേസ് റേസ് ചെയ്യില്ലേ, ഫേസ് റേസർ ഉപയോഗിച്ചിട്ട്. പിന്നെ ചേച്ചി ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ഒക്കെ ചെയ്യും, പൈസ ഒക്കെ കൊടുത്തിട്ട്. പക്ഷെ എനിക്ക് കറുത്ത പോലെ തോന്നും അത് ചെയ്തു കഴിഞ്ഞാല്. അത് ഒരു ദിവസം കഴിഞ്ഞാലല്ലേ അതിന്റെ റിസൾട്ട് വരും. ആവൂലേ? അത്രയും നേരം നമ്മൾ വെയിൽ കൊള്ളാതെ ഇരിക്കണം. പിന്നെ സോപ്പ് യൂസ് ചെയ്യരുത്. എന്നാ അതെന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു. എനിക്കത് പറ്റിയിട്ടില്ല, കറക്കാണ് ഞാൻ. അപ്പൊ ഞാൻ അത് ചെയ്യലില്ല. ഫേസ് പാക്ക് ഇടും. പിന്നെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. പാർലറിൽ പോയിട്ട് ചെയ്ത് തരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കറുത്ത പോലെ തോന്നും. ഉണ്ടല്ലേ? ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി. ഓക്കെ, ഇപ്പൊ വാട്സ് ഇൻ മൈ ഫോൺ ചെയ്യാം. അതെങ്ങനെയാ? ഫോണിൽ എന്താന്ന് കാണിച്ചു തന്നാ മതി ഞാൻ ചോദിക്കുമ്പോ. ആണോ? ഓ ശരി. നല്ല കുട്ടിയാണ്. ഞാനോ? അതെല്ലാരും പറയാറുണ്ട്. ഞാൻ വിചാരിക്കാത്ത എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്ത് വന്നിണ്ടാവില്ലേ? ഫോണൊക്കെ മാറ്റി വന്നാ മതിയായിരുന്നു. ഓ അതാണ് ഇതല്ല, അല്ലാതെ ഒന്നും ഇല്ല. മാറ്റാത്തതിന്റെ ഒരു ഇഷ്യൂ. ഫോൺ വാങ്ങണ്ടേ നമുക്ക്? പുതിയത് ഇത് ചത്തിട്ട് അടുത്തത് വാങ്ങാന്നാണ് വിചാരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെപ്പോഴും കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടതായിട്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം വാട്സ് ഇൻ മൈ ഫോണിൽ ഫസ്റ്റ് ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് വാട്സപ്പിലാ? എന്നെ ഒഴിച്ച് ബാക്കിയെല്ലാം പറയണേ. ഡിലീറ്റ് ആക്കല്ലേ ഇപ്പൊ ഇരുന്ന്? എന്തിനാ ഡിലീറ്റ് ആക്കണേ? എന്റെ ഫാദറിനാണോ ലാസ്റ്റ് മെസ്സേജ് അയച്ചേ? അതെ, മറ്റേ ഹാപ്പി ഫാദേഴ്സ് ഡേ അയച്ചു. അപ്പൊ പുള്ളി കണ്ടോ? എന്ത് ഫാദേഴ്സ് ഡേ അയച്ചത് കുടുങ്ങിപ്പോയി. പിന്നെ ഇപ്പം നമുക്ക് രതീഷ് ചേട്ടൻ, ഐ മീൻ ഒരു ബ്രോക്കറാണ് പുള്ളി. പിന്നെ ഒക്കെ ബ്രോക്കേഴ്സാണ് കൂടുതലുള്ളത്. ഓക്കെ, ഞാൻ അടുത്തത് ഇൻസ്റ്റഗ്രാമിൽ. ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോ എന്തിന്റെ ബ്രോക്കേഴ്സ്? ഇതിന്റെ ഇടയ്ക്ക് ബിസിനസ് ഉണ്ട്. ഉണ്ട്. റിയൽ എസ്റ്റേറ്റിന്റെ റിയൽ എസ്റ്റേറ്റ് ചെയ്യാറുണ്ടോ? എത്ര വയസ്സായി? എനിക്ക് 22 വയസ്സിൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യാൻ ഇൻസ്പിറേഷൻ കിട്ടിയത്? ഇൻസ്പിറേഷൻ ഒന്നല്ല, പൈസ കിട്ടുമ്പോ നമ്മള് ചെയ്യും. അല്ല, ഇങ്ങനെയാ ഇതിന്റെ തുടക്കം എവിടുന്നാ? തുടക്കം എങ്ങനെയാന്ന് വെച്ചാല് നമുക്കറിയണ ഒരു ഇക്കുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ ഈ വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെന്റിന് കൊടുക്കും. റെന്റിന് കൊടുക്കുമ്പോ നമ്മ ഒരു പാർട്ടിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെ നമ്മള് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ നമുക്ക് ഇങ്ങനെ അങ്ങനെ റിയൽ എസ്റ്റേറ്റുകാരെയാണ്. അപ്പോ ചെറുതായിട്ടൊക്കെ ബിസിനസ്സുകാരെയാണ്. അതെ. ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹമുണ്ടോ? നോക്കട്ടെ ഞാൻ എങ്ങനെ മട്ടന്ന് എന്ത് ബിസിനസ് തുടങ്ങണം? ഞാൻ ഇത് നോക്കട്ടെ. ഇത് നല്ല പച്ച പിടിച്ച് പോകണെങ്കിൽ ഇത് തന്നെ ഇതാക്കും, മട്ടം പോലെ ആക്കും. ഇനി ഇൻസ്റ്റഗ്രാം ലാസ്റ്റ് മെസ്സേജ്. ഇൻസ്റ്റഗ്രാമില് എന്ത് വേണേ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. എനിക്കൊരു കുഴപ്പമില്ല. അതാ ആരാ ലാസ്റ്റ് മെസ്സേജ്? എന്തോ ഒരു പെൺകുട്ടിയാണ്. ഫാൻസിന്റെ മെസ്സേജ് ആണോ? അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പെൺകുട്ടി. ഐ മീൻ
റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്ത് okay. ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ആണോന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. ഡോക്ടർ ആബിഷ് ഫ്യൂച്ചർ ഡോക്ടർ ആണ് അത്രേ. പോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു സ്റ്റോറി പോലും പോസ്റ്റ് ചെയ്യാതെ വെച്ച ഒരു ഫോട്ടോ ഉണ്ടാവില്ലേ നമ്മുടെ തന്നെ ഒരു സെൽഫി. എന്റെ സെൽഫിയാ? യെസ്. അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇല്ല ചേച്ചി. അല്ല പോസ്റ്റ് അല്ലടാ, ക്യാമറയിൽ ഉണ്ടാവില്ലേ നമ്മള് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സെൽഫി എടുക്കില്ല. അങ്ങനെ ഒരു ഫോട്ടോ പോലും ഞാൻ വെക്കാറില്ല, കാരണം ഈ ഫോണിൽ സ്റ്റോറേജ് കുറവാണ്. അപ്പൊ ഞാൻ എടുക്കണതൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും. യൂട്യൂബില് ലാസ്റ്റ് ഹിസ്റ്ററിയാ അതിനെന്നാ ഹിസ്റ്ററിയോ ഗൂഗിളോ എന്താ വെച്ചാ നോക്കിക്കോളൂ. എന്ത് വേണേ നോക്കിക്കോളി. ഞാൻ പാട്ടുകളാണ്. മറ്റൊരു പാട്ടുണ്ടല്ലോ അപ്പാട്, ആ പാട്ടിന്റെ പാട്ട് പാടുവോ? പാടും. പാട്. നമ്മടെ കുമ്പാളത്തൈ അമ്മേ നമ്മടെ ചിരകത്തൈ കുമ്പാളം പൂത്തതും കായ പറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യിൽ പോരിച്ചതും നീ അറിഞ്ഞു കറുത്ത പെണ്ണേ, നീ അറിഞ്ഞു കറുത്ത പെണ്ണേ. അപ്പാ നമ്മടെ കുമ്പാളത്തൈ അമ്മേ നമ്മടെ ചിരകത്തൈ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല വോയിസ് ആണ്, പാടാൻ നല്ല കഴിവുണ്ട്. ടാങ്കോ. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു യൂട്യൂബ് ഹിസ്റ്ററി നോക്കിയതിനാണ് ഈ പാട്ട് പാടിയത്. ചേച്ചി ഈ പാട്ട് കേട്ടോ? ഏതാ? ഞാൻ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഏതാ? എന്നത്തവം ചെയ്തനേ യശോദ, എന്നത്തവം ചെയ്തനേ എങ്കും നിറൈ പരബ്രഹ്മം അമ്മ എങ്കഴിക്ക എന്നത്തവം ചെയ്തനേ. കേട്ടണോ? ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മണ്ടത്തിയാണോ? ഇതൊക്കെ എത്ര കളിച്ച പാട്ടാണ്. എല്ലാ പാട്ടും നമ്മൾ കേൾക്കണം. ഓക്കെ, ഗൂഗിളിലെ ലാസ്റ്റ് സെർച്ച് ഇതാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഇത് കാണിച്ചില്ലേ? അല്ല, യൂട്യൂബാണ് നമ്മൾ കാണിച്ചത്. ഇനി ഗൂഗിളിലെ ഇതൊക്കെ ആർക്കപ്പ ഇത്ര കാണാന്? ചിലർക്കൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. എൻ്റെ അമ്മോ, നമ്മുടെ ഈ ലിസ, പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കും. BTS ലിസാനെ പിന്നെ നമ്മുടെ ഇതിന്റെ ലൊക്കേഷൻ അതൊക്കെ നോക്കണം. ഇതൊക്കെയാണ് ലൊക്കേഷനാണ് കൂടുതൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നോക്കാം. ഓക്കെ, വേറെന്താ നോക്കാനുള്ളത്? വേറെന്താ നോക്കാനല്ലേ? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. എന്റെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊന്നും ഉണ്ടാവൂല. എന്റെ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളേ ഉണ്ടാവൂല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കുമല്ലോ. ഈ സെലിബ്രിറ്റീസിന്റെ അല്ല, ഗൂഗിളിൽ എന്താ ആഗ്രഹം? ഗൂഗിളിലോ? ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഗൂഗിളിൽ എന്താ നമുക്കറിയില്ലല്ലോ. എന്തായിരിക്കും? എനിക്കറിയില്ല. അതറിയാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ ഈ സെഷൻ വെക്കുന്നത്. അതിനാണ് വെച്ചത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു, ആ സെഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മളെ പറ്റി തന്നെ നമ്മൾ കുറേ റൂമേഴ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മളെ പറ്റി കേട്ട ഏറ്റവും വലിയൊരു റൂമർ എന്തായിരുന്നു? നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു റൂമറാ. അത് പഠിക്കുന്ന സമയത്ത് നമ്മളെ പറ്റി ഉണ്ടായതായിരിക്കാം, എപ്പോഴെങ്കിലും നമ്മളെ പറ്റി ഉണ്ടായ ഒരു റൂമർ. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. റൂമർ എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ എന്താ പറയാ, ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കണ സമയത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പള്ളികള് അല്ലേ? നമ്മളെ കൂടെ നിൽക്കുമ്പോ നല്ലതായിട്ട് ഇങ്ങനെ നിൽക്കും, ചിരിച്ച് കളിച്ച്
നല്ല സൂപ്പർ ആയിട്ട് നിൽക്കും. എന്നിട്ട് ബാക്കിൽ കൂടെ നിന്നിട്ട് ഇങ്ങനെ പണിയും. അപ്പൊ നമ്മളത് അറിയുമ്പോ എന്താകും? ഭയങ്കര വിഷമം. അത് വലിയ റൂമറാവും ബാക്കിൽ കൂടെ. അയൽക്കൂട്ടം കൂടണ മാതിരി തന്നെയാണ് നമ്മൾ സ്കൂളിലോ കോളേജിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ അതെല്ലാരും എടുത്തു സൂപ്പർ ആയിട്ട് എടുത്തു. അത് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്ത് കാര്യം എത്തിയത്? അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര വിഷമായിട്ടുണ്ട്. ഭയങ്കര വിഷമായിരുന്നു. പിന്നെ ആ ഫ്രണ്ടിനെ കൂടെ കൂട്ടിയോ? ഇല്ല, ഞാന് അങ്ങനെയുള്ള ഫ്രണ്ട്സ് വള്ളിപ്പുള്ളികളൊക്കെ ഒഴിവാക്കി. ഇപ്പൊ അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. പക്ഷെ ഞാൻ കേട്ടു ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരൊറ്റ ഫ്രണ്ടിന് വാല്യൂ നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ആ ഫ്രണ്ട് മാത്രം ഇത്രയും വാല്യൂ കൊടുക്കാൻ? ഭയങ്കര ഇഷ്ടമാണ്. എന്താ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? എന്ന് വെച്ചാൽ നല്ല കുട്ടിയത്. നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്, ഭയങ്കര ഇഷ്ടം. എന്തുകൊണ്ടാണ് നിങ്ങള് തമ്മിൽ ആ ഒരു റിലേഷൻ പോയത്? എന്താന്ന് വെച്ചാ പ്രശ്നം വന്നിട്ട്. എന്ത് പ്രശ്നം വന്നേ? പ്രശ്നം എന്ന് വെച്ചാല് അത് എന്തൊക്കെയോ അങ്ങോട്ട് ഉണ്ടായി പോയി ചേച്ചി. അത് അങ്ങോട്ട് പോയി. എന്തൊക്കെയോ ഉണ്ടായി. അതെന്താന്ന് ഇതുവരെ ചോദിച്ചില്ല? അവളോട് ചോദിക്കണ്ടേ? ഇല്ല, ചെറിയ പ്രശ്നം വന്നു. അപ്പൊ നമ്മള് രണ്ടാളും ഡയറക്റ്റ് സംസാരിക്കാണ്ട് അത് നമ്മൾ ഒരാളെടുത്ത് കൊടുത്തിട്ട് അങ്ങോട്ടും അങ്ങനെ വെച്ചു. എപ്പോഴും എന്ത് റിലേഷൻ ആണെങ്കിലും മൂന്നാമതൊരാള് അതിനകത്ത് കേറുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആ ആളാണോ പ്രശ്നം ഉണ്ടാക്കിയതപ്പോ? എനിക്കറിയില്ല, അതെന്താന്നറിയില്ല. എന്തായാലും പൊട്ടിപ്പോയി. ഇപ്പൊ മെസ്സേജ് അയക്കാറുണ്ടോ? ഇല്ല. ഇൻഫ്ലുവൻസർ ആയിട്ട് അറിഞ്ഞതിന് ശേഷവും പുള്ളിക്കാരത്തി നല്ല മെസ്സേജസ് ഒന്നും അയച്ചില്ല? ഇല്ല, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ടൈപ്പ് കുട്ടിയല്ല. ഇൻഫ്ലുവൻസർ അയച്ചിട്ട് വരാനും അങ്ങനെ അല്ല, ഇൻഫ്ലുവൻസർ ആയി എന്ന് വിചാരിച്ച് വരണ്ടടാ. നല്ല വീഡിയോസ് ഒക്കെ നല്ലതാന്ന് പറഞ്ഞൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മെസ്സേജ് പോലും ഉണ്ടായിരുന്നില്ല. അവള് വന്നില്ല, എന്താന്നറിയില്ല. വന്നില്ല. നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ? ഇനി വന്നാലും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. വന്നാൽ ഞാൻ സ്വീകരിക്കും. വന്നിട്ടില്ലെങ്കിലും അവൾ തന്നെയാണ് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയാമോ? റിവീൽ ചെയ്യാൻ പറ്റുമോ? വേണ്ട. ഓക്കെ, അവള് സീക്രട്ട് ആയിട്ട് ഇരുന്നോട്ടെ. വേണ്ട, കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമ്മളിപ്പോ എന്തെങ്കിലും ഇതായിരുന്നില്ല, പക്ഷെ ചോദ്യം, നമ്മളെ പറ്റി എന്തെങ്കിലും റൂമർ വല്ലാത്ത രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടോ? ആ റൂമർ എന്താന്നാണ് ചോദ്യം. ആ റൂമർ വല്ലാത്ത രീതിയിൽ സ്പ്രെഡ് ആകുമ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല, പക്ഷെ അത് നമ്മുടെ പേരിലാണോ ഉള്ളത്? ഗോസിപ്പ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഗ്യാങ്ങിലൊക്കെ ഈ ഗോസിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തു പറയാനുള്ള ഗോസിപ്പ് ഉണ്ടായണോന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയാ, ഇപ്പൊ അതൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. സത്യം പറഞ്ഞ സംഭവം എന്താന്ന് വെച്ചാൽ, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവൂ, പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ഇന്റർവ്യൂല് ഞാൻ വീട്ടുകാരെ ഇങ്ങനെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഞാൻ വളർന്നു വന്ന സാഹചര്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് വീട്ടുകാരെ ആരെയും താഴ്ത്തി കെട്ടണം എന്നുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിട്ടല്ല. അവരൊക്കെ നല്ലതാണ്, നല്ല സ്നേഹമാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടും ഞാൻ പറയുമ്പോ ഈ നല്ല ഒരു ഇങ്ങനെയുള്ള സ്ട്രഗിൾസ് ഉണ്ടാവണം നല്ലതാണെന്ന് ഞാൻ പറയും. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നു. കഷ്ടപ്പെട്ടോലെ എവിടെങ്കിലും എത്തിപ്പെടുള്ളൂ. സത്യമായിട്ട് ആണോ അല്ലേ ചേച്ചി? അതെ. അപ്പൊ ഞാൻ പറയുമ്പോ നമുക്ക് ഇങ്ങനെ വളമാണ് ഇതൊക്കെ. മീൻസ് ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യണത്, നമ്മുടെ ലൈഫിൽ നിന്ന് പോണത്, കുറ്റപ്പെടുത്തണത്, ഒറ്റപ്പെടുത്തണത്, ഇതൊക്കെ നല്ല വളമാണ് വളരാനൊക്കെ. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പം കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും പറഞ്ഞു പോയല്ലോ, അതുകൊണ്ട് പിന്നെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പം പറഞ്ഞു അല്ല, വീട്ടുകാർ ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ച് നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരെ പറ്റി ഇനി പറയുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു വലിയ മനസ്സ്, അത് ഭയങ്കര നല്ലൊരു കുട്ടിക്കേ പറ്റുള്ളൂ. അത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറയണമെങ്കിൽ ഫസ്റ്റത്തെ ഇന്റർവ്യൂവിൽ എനിക്കത് പറയായിരുന്നു. പക്ഷെ ഞാനത് പറഞ്ഞില്ല. അന്ന് എന്തോ ചോദിച്ചപ്പോ ഞാൻ അറിയാണ്ടായിട്ട് പറഞ്ഞു പോയി. പിന്നെ അതാണെങ്കിൽ ഓർക്കത് എത്രത്തോളം ഹേർട്ട് ആവുമല്ലേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സത്യം പറയട്ടെ, വീട്ടുകാരൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ എന്തോ സംഭവിച്ചു പോയി. എന്ന് വെച്ചാല് ഇനി എന്താ പറയാ, പാവമാണ്, അതിനെ കുറിച്ച് എല്ലാവരും പാവമാണ്. ഞാൻ ആക്ച്വലി വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് വീട്ടുകാരെല്ലാരും വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, വീട്ടുകാരായിട്ട് പ്രശ്നമാണെന്ന് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു പാച്ചപ്പ് ആയിട്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ റീസെന്റ് അതാ എന്നോട് പറഞ്ഞത്. നമ്മളെപ്പോഴും കോൺവെർസേഷൻ ഉണ്ട്. എന്ത് ചെയ്യുകയാണെങ്കിലും ഞാനെല്ലാം അപ്ഡേറ്റ് ചെയ്യും. എവിടെ പോയാലും എന്താക്കിയാലും, വീഡിയോ കോൾ ആണെങ്കിലും കോൾ ആണെങ്കിലും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും.
ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഫിനാൻഷ്യലി എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് അവരുടെ അവസ്ഥ കൊണ്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെന്ന് പറയുമ്പോ ഫാമിലി കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. ഞാൻ പറയുമ്പോ നല്ലതാണ് ഇതൊക്കെ. ഓക്കെ, അതെന്തൊക്കെയാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളാണ്, അതിനകത്തേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പക്ഷെ എന്തൊക്കെ ജോലികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ചെറിയ എന്തൊക്കെ ജോലികൾ എന്ന് പറഞ്ഞാല് ഹോട്ടലില് അക്കൗണ്ടന്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. മറ്റേ ക്യാഷിന്റെ സെക്ഷനിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഡ്രസ്സിന്റെ ഷോപ്പില് ബില്ലിംഗ് സെക്ഷനിൽ നിന്നിട്ടുണ്ട്. ഡ്രസ്സ് സെയിൽസിൽ നിന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ എന്തെങ്കിലും കിട്ടണോ, പൈസ എങ്ങനെ കിട്ടണോ അതൊക്കെ ഞാൻ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ഒരു ജോലി എനിക്ക് ചെയ്യണ്ടായിരുന്നു എന്ന് വിചാരിച്ച ജോലി ഉണ്ടോ? അല്ലെങ്കിൽ എല്ലാ ജോലികളും ഇഷ്ടമായിരുന്നോ, ഇഷ്ടപ്പെട്ടോ ചെയ്തപ്പോ? ഇപ്പൊ ഇത് ജോലികൾ ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് ചേച്ചി സാഹചര്യമാണല്ലോ. ആർക്കെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? ചേച്ചിക്ക് താല്പര്യമുണ്ടോ? എനിക്ക് സത്യം പറയണോ, എനിക്ക് ചില ജോലികൾ ഇഷ്ടം. വെറുതെ ഇരുന്നിട്ട് 3 നേരം ഭക്ഷണമൊക്കെ കിട്ടി ഫോണിൽ റീചാർജ് ഒക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് തരികയാണെങ്കിൽ അതല്ലേ എല്ലാവർക്കും ഇഷ്ടം. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ സുഖല്ലേ? അപ്പൊ ആർക്കും ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല. സാഹചര്യം കൊണ്ട് ചെയ്യണതാണ്, കുഴപ്പമില്ല. എന്നാലും വെറുതെ ഇരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം വെറുതെ ഇരിക്കാനാ. ആണോ? ഇങ്ങനെ അത്യാവശ്യം പൈസ ഒക്കെ ഞാൻ ചോദിക്കുമ്പോ തന്ന്, മീൻസ് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്. പക്ഷെ വെറുതെ ഇരിക്കുമ്പോ ബോറടിക്കില്ലേ? എന്തെങ്കിലും ഒന്നും ചെയ്യാൻ വേണ്ടേ? ബോറടിക്കുമ്പോ വല്ല മുറ്റത്ത് എന്തെങ്കിലും കൈക്കോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുത്തി കളിച്ച് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം.